إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. യഥാർത്ഥമായ തഖ്വാബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്ന നല്ലവരിൽ റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവൻ്റെ സ്വർഗത്തിന് അവകാശികളാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ മുഴുവനും നിലനിർത്തിപ്പോരേണ്ടുന്നതും കാത്തു സൂക്ഷിക്കേണ്ടതുമായ പരമപ്രധാനമായ അവൻ്റെ ബാധ്യതയാണ് തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ ഓർക്കുകയും സ്മരിക്കുകയും അവനെ മറക്കാതിരിക്കുകയും ചെയ്യുക എന്നത്. ഇതിന് നാം അറബിയിൽ പറയുന്ന സാങ്കേതികമായ പ്രയോഗമാണ് ദിക്റുല്ലാഹി. അല്ലാഹുവിനെ ഓർക്കുക, ദിക്ർ ചൊല്ലുക, സ്മരിക്കുക എന്നൊക്കെയുള്ള ആശയങ്ങളിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ട്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കരുത്ത് പകരുന്നത് തന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു പോരുന്ന തന്റെ നാഥനെ സംബന്ധിച്ചുള്ള നിരന്തരമായ ഓർമ്മയാണ്. ആ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്രയും മഹത്വമേറിയ ഒരു കാര്യം അത് ചൊല്ലാത്തവരും നിർവഹിക്കാത്തവരുമാണ് ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പല ആളുകളും വിമർശിക്കാറുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ തൗഹീദിന്റെ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ജനങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാനും അകറ്റി നിർത്തുവാനും വേണ്ടി ആരോപിക്കപ്പെടുന്ന ഒട്ടേറെ ആരോപണങ്ങളിൽ ഒരാരോപണമാണ് ഇവർ ദിക്റില്ലാത്തവരാണ്, ഇവർ സ്വലാത്ത് ചൊല്ലാത്തവരാണ്, ഇവർ ദിക്റിനെ ആക്ഷേപിക്കുന്നവരാണ്,
ഇവർ ദിക്റ് മുടക്കികളാണ് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആരോപണങ്ങൾ പല ആളുകളും നടത്താറുണ്ട്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കേണ്ട നിലക്ക് ഓർത്താലേ ഒരു മനുഷ്യന്റെ മനസ്സിന് ശാന്തി ലഭിക്കുകയുള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത് പ്രചരിപ്പിക്കുന്നവരും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരുമാണ് തൗഹീദി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാരും പ്രബോധകന്മാരും എന്ന് നമുക്കറിയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് സമാധാനത്തിനുള്ള മാർഗം അല്ലാഹുവിനെ ഓർക്കലാണ്. സത്യവിശ്വാസി അതിലാണ് ആശ്വാസം കണ്ടെത്തുന്നത്. പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ, പരീക്ഷണങ്ങളിൽ പതറിപ്പോകാതിരിക്കാൻ, ഒട്ടേറെ ഘട്ടങ്ങളിൽ അവന്റെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സിനെ അടക്കി നിർത്താൻ ഒരു മുസ്ലിം ആയുധമാക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അലാ നിങ്ങൾ അറിയണം, ബിദിക്രില്ലാഹി അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ് ഹൃദയങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്. ഹൃദയങ്ങൾ അടങ്ങുന്നത്, ആശ്വസിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് കൽപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. സത്യവിശ്വാസികളെ, അല്ലാഹു വിളിക്കുകയാണ്, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ, ദിക്റൻ കസീറ കുറച്ചൊന്നുമല്ല, ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ, വസബ്ബിഹൂഹു നിങ്ങൾ അവനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ അവനെ വാഴ്ത്തണം, നിങ്ങൾ അവനെ പുകഴ്ത്തണം, ബുക്റതൻ വഅസീലാ എല്ലാ സന്ദർഭങ്ങളിലും എന്നതിനേക്കാളുപരി പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകം നിങ്ങൾ അവനെ വാഴ്ത്തണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് കൽപ്പിക്കുന്നു. ഈ ആയത്ത് വിശദീകരിക്കുന്ന മധ്യേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ വിശദീകരിക്കുന്നു, ഐ ബിൽ ലൈലി വൻ നഹാരി ഫിൽ ബർരി വൽ ബഹരി വസ്സഫരി വൽ ഹദരി വൽ ഗിനാ വൽ ഫഖരി വൽ മർദി വസ്സിഹ്ഹതി വസ്സിർരി വൽ അലാനിയ. അതേ, അല്ലാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണേ, ധാരാളമായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. എപ്പോഴൊക്കെ? ബിൽ ലൈലി വൻ നഹാരി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ, ഫിൽ ബർരി വൽ ബഹരി കടലിൽ വെച്ചാണെങ്കിലും കരയിൽ വെച്ചാണെങ്കിലും, വസ്സഫരി വൽ ഹദരി യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും, വൽ ഗിനാ വൽ ഫഖരി സന്തോഷമുള്ള നമുക്ക് നല്ല മനസ്സിന് സമാധാനം കിട്ടുന്ന നല്ല ഐശ്വര്യമുള്ള സന്ദർഭത്തിലാണെങ്കിലും ശരി, അതല്ല വൽ ഫഖരി വളരെ ദാരിദ്ര്യമുള്ള ഘട്ടത്തിലാണെങ്കിലും ശരി, വൽ മർദി വസ്സിഹ്ഹതി ആരോഗ്യമുള്ള നേരത്താണെങ്കിലും രോഗം ബാധിച്ച നേരത്താണെങ്കിലും, വസ്സിർരി വൽ അലാനിയതി രഹസ്യ ജീവിതത്തിലാണെങ്കിലും പരസ്യ ജീവിതത്തിലാണെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ പലരും വിചാരിച്ചതുപോലെ ഇങ്ങനെ ദിക്റുകൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് ഒരു ഭാഗത്തിരിക്കുക എന്നത് മാത്രമല്ല, അത് നമ്മുടെ നാവുകൊണ്ടുള്ള അതേ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലലാണ്. അതേ അവസരത്തിൽ ഹൃദയം പങ്കെടുക്കാത്ത ദിക്ർ കൊണ്ട് ഫലമില്ല. മനസ്സിൽ തട്ടണം എന്താണ് നമ്മൾ പറയുന്നതെന്ന്, എന്താണ് നമ്മൾ മൊഴിയുന്നതെന്ന്. നമ്മുടെ നാക്കുകൊണ്ട് പറയുമ്പോൾ അതിൽ നമ്മുടെ ഹൃദയം മനസ്സ് പങ്കെടുക്കണം. ശരിക്ക് ചിന്തിച്ചുകൊണ്ട് പറയണം, അർത്ഥമറിഞ്ഞുകൊണ്ട് പറയണം. അപ്പോഴേ അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയുള്ളൂ. എല്ലാ സന്ദർഭങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത് വേണമെന്നല്ലേ മഹാന്മാരായ പല പണ്ഡിതന്മാരും മഹാന്മാരായ ചിലർ പറഞ്ഞതായി നമുക്ക് ചില കിതാബുകളിൽ കാണാം. ലൈസ الذاكر من همهم بلسانه وانما الذاكر من اذا جلس في سوقه واخذ يزن بميزانه علم ان الله مطلع عليه فلم يأخذ الا حقا ولم يعط الا حقا.
ദിക്ർ, അല്ലാഹുവിനെ ഓർക്കൽ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതായിരിക്കണം. ദിക്ർ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ നമുക്കതാ അല്ലാഹ് വിരോധിച്ച ഒരു കാര്യം ചെയ്യാൻ മനസ്സിന് താല്പര്യം തോന്നുമ്പോൾ, പടച്ച റബ്ബിന് വിരുദ്ധമായ, അവൻ വിധിച്ചിട്ടില്ലാത്ത, അവൻ വിരോധിച്ചതുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു കാര്യം അല്ലാഹ് വിരോധിച്ചതാണ്, അത് ചെയ്യാൻ നമ്മുടെ മനസ്സിന് നാം ഒറ്റക്കാണെങ്കിൽ പോലും താല്പര്യം തോന്നുമ്പോൾ, ദിക്ർ എന്ന കാര്യം മനസ്സിലുള്ള മനുഷ്യൻ എന്തു ചെയ്യും? അതാണ് ഇവിടെ പറയുന്നത്. ലൈസ സാകിറു മൻ ഹമ്മമ ബിലിസാനിഹി, നാവുകൊണ്ട് വെറുതെ ഇരുന്നിങ്ങനെ എന്തെങ്കിലും പിറുപിറുക്കുന്നവനല്ല ദിക്ർ ചൊല്ലുന്നവൻ. അവനല്ല ശരിക്കും അല്ലാഹുവിനെ ഓർക്കുന്നവൻ, അവനല്ല. ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താതെ അതേ അവനിങ്ങനെ മാലമറിച്ച് നടക്കുകയാണ്, അതല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഉരുവിടുകയാണ്. പക്ഷേ അവന്റെ ജീവിതവും അതുമായിട്ടൊരു ബന്ധവുമില്ലെങ്കിൽ അവൻ അല്ലാഹുവിനെ ഓർത്തവനല്ല. അതുകൊണ്ട് നാവുകൊണ്ട് ഇങ്ങനെ വെറുതെ പിറുപിറുക്കുന്നവൻ ദിക്ർ ചൊല്ലുന്നവനല്ല. വൈന്നമദ്ദാക്കിറു, മറിച്ച് ദിക്ർ ചൊല്ലുന്നവനിൽ അത് സ്വാധീനിക്കണം. മറിച്ച് ദിക്ർ ചൊല്ലുന്നവൻ ഒരു ഉദാഹരണം പറയുകയാണ്. മൻ ഒരുത്തനാണ് ഇദാ ജലസ ഫീ സൂഖിഹി, അവൻ അവന്റെ മാർക്കറ്റിൽ, അവന്റെ ഷോപ്പിൽ ഇരിക്കുകയാണ്. വഅഖദ യസിനു ബിമീസാനിഹി, അവൻ എന്തെങ്കിലും ഒരു വസ്തു തൂക്കിക്കൊടുക്കുകയാണ്. അവൻ കച്ചവടം നടത്തുമ്പോൾ അവന്റെ മനസ്സിലൊരു ചിന്ത വരുന്നു, ഈ വാങ്ങാൻ വന്ന കസ്റ്റമർക്ക് ഇതിന്റെ വില അറിഞ്ഞുകൂടാ, ഇതിന്റെ ബ്രാൻഡ് അറിഞ്ഞുകൂടാ, ഇതിന്റെ സത്യം അറിഞ്ഞുകൂടാ, ഇതിന്റെ മാഹാത്മ്യമോ ഇതിന്റെ മാഹാത്മ്യക്കുറവോ അറിഞ്ഞുകൂടാ. ഇവനെ ഇപ്പോൾ പറ്റിക്കാൻ പറ്റിയ സന്ദർഭമാണ്, ഇവനെ വഞ്ചിക്കാൻ പറ്റിയ സന്ദർഭമാണ്. 10 രൂപയുടെ സാധനത്തിന് 300 പറഞ്ഞാലും ഇവനത് കുറവായിട്ടേ തോന്നുകയുള്ളൂ എന്ന നിലക്ക് വാചാലമായി സെയിൽസ്മാനതാ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ അതേ അവന്റെ മനസ്സിൽ ഒരു ബോധം വരുന്നു. അലിമാ, അവൻ മനസ്സിലാക്കുന്നു അന്നേരം, അന്നല്ലാഹ മുത്തലിഉൻ അലൈഹി, ഈ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും എന്നെയും ഈ വ്യക്തിയെയും ഈ വസ്തുവിനെയും പടച്ചവനായ റബ്ബ് ഇത് കാണുന്നവനാണ്, ഇത് നോക്കുന്നവനാണ്, ഇതറിയുന്നവനാണ്. അവന് എല്ലാ രഹസ്യപരസ്യങ്ങളും ഒരുപോലെയാണ്. അവനെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവനെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അരുതാത്തൊരൊന്നും എനിക്ക് പാടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഫലം യഖുദു ഇല്ലാ ഹഖ്ഖാ, ഹഖ്ഖായ മുതലല്ലാതെ ആ മനുഷ്യന്റെ അടുത്ത് നിന്നവൻ വാങ്ങിയില്ല. വലം യുഅ്തി ഇല്ലാ ഹഖ്ഖാ, ഹഖ് പ്രകാരമല്ലാതെ അവന് കൊടുത്തതുമില്ല. ആ നിലക്ക് ഹഖ് കാത്തു സൂക്ഷിച്ച് ജീവിച്ചാൽ അവനാണ് പടച്ച റബ്ബിനെ ശരിക്കും ഓർക്കുന്ന ദാക്കിർ. അതല്ലാതെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ദിക്ർ സ്വാധീനിക്കാതെ വെറും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ ദിക്ർ ചൊല്ലിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും താൻ എന്താണ് പറയുന്നതെങ്കിൽ, എന്റെ റബ്ബ് അലീമാണ്, എന്റെ റബ്ബ് ഖദീറാണ്, എന്റെ റബ്ബ് സമീആണ്, എന്റെ റബ്ബ് ബസീറാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നൊക്കെ നമ്മൾ ദിക്റിലൂടെ പടച്ച റബ്ബിനോട് പറയുമ്പോൾ അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന മനുഷ്യന് വഞ്ചന നടത്താൻ കഴിയുമോ? ഹറാം ചെയ്യാൻ കഴിയുമോ? ഹറാം കാണാനൊക്കുമോ? ഹറാം കേൾക്കാനൊക്കുമോ? ഹറാമിലൂടെ സമ്പാദിക്കാൻ കഴിയുമോ? ഹറാമിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഓർക്കേണ്ട നിലക്കൊക്കെ ഓർത്തുകൊണ്ടായാൽ അല്ലാഹുവേ ഇന്നക അൻത സമീഉൽ അലീം, റബ്ബേ നീയാണെല്ലാം കേൾക്കുന്നവൻ, നീയാണെല്ലാം അറിയുന്നവൻ എന്ന് നാവുകൊണ്ട് പറയൽ മാത്രമല്ല, അത് വിശ്വസിക്കണം. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നിർവഹിച്ചു തരാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദിക്റുകളിൽ മുഴുവനും ആ നിലക്ക് പടച്ച റബ്ബിനെ ഓർക്കാനുള്ള കൽപ്പനയാണ്. ആ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദിക്ർ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഓർക്കാൻ കഴിയണം. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കേട്ടില്ലേ? എന്താണ്, എവിടെയൊക്കെയാണ് പറഞ്ഞത്? എല്ലാ സന്ദർഭങ്ങളിലും രാപ്പകൽ ഭേദമില്ലാതെ കരയിലും കടലിലും യാത്രയിലും വീട്ടിലും അതുപോലെ തന്നെ ഐശ്വര്യമുള്ള നേരത്തും പ്രയാസമുള്ള നേരത്തും ആരോഗ്യാവസരത്തിലും രോഗാവസരത്തിലും രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ
പൈശാചികമായ എന്തെങ്കിലും തോന്നലുകൾ വരുമ്പോ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാത്രമുള്ള ഒരു കരുത്തുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിനെ ഓർത്തവനാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മഹാന്മാര് അവർക്ക് പൈശാചികമായ ബാധയും തോന്നലുകളുമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടനെ ബോധവാന്മാരാണ്. അവരുടനെ അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ അവർക്ക് വന്നു കഴിയുമ്പോൾ അവർ വളരെ ഉൾക്കാഴ്ചയോടുകൂടിയാണ് പിന്നെ അവർ വർത്തിക്കുന്നത്. ആ തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. ഖുർആൻ സൂറത്ത് അൻഫാലിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇദാ ദുകിറല്ലാഹ്, അല്ലാഹനെ ഓർമ്മിക്കപ്പെട്ടാൽ, അല്ലാഹനെ പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, പേടിച്ചു നടുങ്ങും. തെറ്റായ ഒരു കാര്യത്തിന് ഒരുങ്ങുന്ന നേരത്ത് അല്ലാഹനെ പേടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അവനാണ് സത്യവിശ്വാസി. നിങ്ങൾക്കറിയില്ലേ, ചരിത്രത്തിന്റെ താളുകളിൽ വളരെയേറെ ഒരു മനുഷ്യന് കഴിയാനാവാത്ത വലിയ വലിയ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സുന്ദരിയായ സ്ത്രീയെ തന്റെ ഏറ്റവും വലിയ വർഷങ്ങളോളം താൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഹറാമായ പ്രവൃത്തിക്ക് വേണ്ടി സുന്ദരിയായ ഒരു സ്ത്രീയെ പ്രലോഭിപ്പിച്ച് അരികിൽ കൊണ്ടുവന്ന് എല്ലാ രൂപത്തിലുള്ള സാഹചര്യങ്ങളും ഒത്തിണങ്ങി ആരും കാണാനില്ലാത്ത സ്വകാര്യമായ ഒരു റൂമിൽ അവളും ആ സഹോദരൻ, ആ സ്വഹാബിയും ഒരുമിച്ച് ചേർന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പെണ്ണ് വിളിച്ചു ചോദിച്ചു, പെണ്ണ് പറഞ്ഞു, ഇത്തഖില്ല, പടച്ച റബ്ബിനെ പേടിയില്ലേ നിങ്ങൾക്ക്? അല്ലാഹനെ പേടിയില്ലേ നിങ്ങൾക്ക്? അനർഹമായത് ചെയ്യുന്നതിൽ അല്ലാഹനെ പേടിയില്ലേ? ആലോചിച്ചു നോക്കൂ. ആ മനുഷ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തന്റെ ആശയെല്ലാം കുഴിച്ചു മൂടുകയാണ്. അല്ലാഹ് എന്ന ശബ്ദം കേട്ടപ്പോഴേക്ക് പടച്ച റബ്ബിന്റെ കോടതി ഓർമ്മ വരികയാണ്, ഖബർ ഓർമ്മ വരികയാണ്, മഹ്ശറിൽ പോയി നിൽക്കേണ്ട കാര്യം ഓർക്കുകയാണ്. ഏത് കൊല്ലങ്ങളോളം കാത്തു സൂക്ഷിച്ച ഏറ്റവും വലിയ മോഹമായിരുന്നിട്ട് പോലും അരുത് റബ്ബ് എന്ന് കേട്ടപ്പോഴേക്ക് ഭയപ്പെട്ടുകൊണ്ട് പിന്മാറുന്നു. ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നടുങ്ങുന്നു. നമ്മൾ മനസ്സിലാക്കണം, എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാം, ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാം. തിന്മകളുടെ സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്നാലും പടച്ചവനെ പേടിച്ചുകൊണ്ട് മാറൽ, അതാണ് പ്രിയപ്പെട്ടവരെ ദിക്ർ കൊണ്ടുള്ള ഗുണം. അതാണ് ദിക്ർ കൊണ്ടുണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ നേട്ടം. അത് ജീവിതത്തിൽ നിലനിർത്താനാണ്. അൽഹംദുലില്ലാഹ് പറയുമ്പോ, അല്ലാഹു അക്ബർ പറയുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ പറയുമ്പോഴും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിലനിർത്തിപ്പോരേണ്ടത് അതാണ്. ഈ നിലക്ക് കൃത്യമായി പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ ഓർക്കേണ്ടതിന് പകരം ദിക്റുകൾ എന്ന് പറഞ്ഞാൽ കേവലം ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് അതാണ് ദിക്റുകൾ എന്ന് പറഞ്ഞ് ആ ദിക്റുകൾ സ്വന്തമായി നിർമ്മിച്ച് അതിന് പ്രത്യേകമായ എണ്ണം നിശ്ചയിച്ച് അതിന് പ്രത്യേകമായ പോരിശ നിശ്ചയിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകമായ ഹൽക്കകൾ ഉണ്ടാക്കിയിട്ട് ദിക്ർ ഹൽക്കകൾ എന്ന് പേരിട്ടുകൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പലരും നടത്തുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിൽ നിന്ന് അന്യമായിക്കൊണ്ട്, അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷോർട്ടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഹാ ഹൂ ഹീ പോലെയുള്ള ദിക്റുകൾ, ലാ എന്ന് പറയുന്ന ദിക്റുകൾ, അല്ല എന്ന് പറയുന്ന ദിക്റുകൾ, ഇല്ല എന്ന് പറയുന്ന ദിക്റുകൾ, അതുപോലെ തന്നെ ആഹ് എന്ന് വിളിച്ച് അട്ടഹസിക്കുന്ന ദിക്റുകൾ, അതുപോലെ ലാ ഐന ഇല്ലല്ലാഹ്, ലാ കണ്ണ ഇല്ലല്ലാഹ് എന്ന അർത്ഥം വരുന്ന രൂപത്തിലുള്ള വളരെ ഇസ്ലാമികമായി തന്നെ വളരെ അധപ്പതിപ്പിക്കുന്ന മനുഷ്യനെ ഏറ്റവും മോശപ്പെട്ട വിശ്വാസത്തിലേക്ക് തരം താഴ്ത്തുന്ന ഏതൊക്കെയോ കുറെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെയാണ് ദിക്റുകൾ എന്ന് പറഞ്ഞ് വിളക്കണച്ചും വിളക്ക് കെടുത്തിയും കെടുത്താതെയുമൊക്കെ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്തിട്ട് ഇതൊക്കെയാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്ന, ഇതൊക്കെ ചൊല്ലിയാലാണ് വലിയ പ്രതിഫലമെന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരവസ്ഥ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റുകൾ
അത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മെ ഏറ്റവും നന്നാക്കുവാനുള്ള ദിക്റുകളാണ്. എല്ലാ ഘട്ടങ്ങളിലും അല്ലാഹനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ അല്ലാഹനെ ഓർക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ ഓർക്കണം. കുടുംബ ജീവിതത്തിൽ അല്ലാഹനെ ഓർക്കണം. തന്റെ ഭാര്യയുമായിട്ടുള്ള ഇടപാടുകളിൽ അല്ലാഹനെ ഓർമ്മ വേണം. ഭർത്താവിനോടുള്ള ബന്ധത്തിൽ അല്ലാഹുവിനെ ഓർമ്മ വേണം. മക്കളെ വളർത്തുന്നതിൽ അല്ലാഹുവിനെ ഓർമ്മ വേണം. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അല്ലാഹനെ ഓർക്കണം. അയൽക്കാരോടുള്ള ബന്ധത്തിൽ അല്ലാഹനെ ഓർക്കണം. എല്ലാ രംഗത്തും കൊള്ളക്കൊടുക്കകളിലും വ്യാപാരങ്ങളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും തൊഴിൽശാലയിലും തന്റെ എല്ലാ സന്ദർഭങ്ങളിലും അരുതാത്തത് ചെയ്യാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടുന്ന വികാരമായിരിക്കണം ദിക്റുല്ലാഹ്. അതാണ് ദിക്റുല്ലാഹ്. അതാണ് നമ്മെ പരിവർത്തിപ്പിക്കുന്ന ദിക്ർ. അതല്ലാത്തൊരു നേരത്തെ ഈ മഹാനായ മനുഷ്യന്റെ ഉദ്ധരണിയിൽ കേട്ടില്ലേ, ലൈസ ദാകിറു മൻ ഹമ്മ ബിലിസാനിഹി. ജീവിതത്തെ സ്വാധീനിക്കാതെ താവ് കൊണ്ടെന്തോ പിറുപിറുക്കുന്നത് ദിക്റല്ല, അവൻ അല്ലാഹനെ ഓർത്തവനല്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. പ്രത്യേകം നമ്മൾ അല്ലാഹുവിനെ വാഴ്ത്തേണ്ട സമയങ്ങളാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ സൗകര്യവും സമയവും കിട്ടുമ്പോഴൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം, ഏറ്റവും കൂടുതൽ നമ്മുടെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ദിക്റുകളാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. രണ്ട് കലിമത്തുകൾ അല്ലാഹുവിന് അത് ഏറെ ഇഷ്ടമാണ്, പറയാൻ എളുപ്പമാണ്, തുലാസിൽ അതിന് കനം കൂടുതലാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. എണ്ണവും കണക്കുമില്ലാത്തത്ര പ്രഭാതത്തിലും പ്രദോഷത്തിലും വർദ്ധിപ്പിക്കേണ്ടുന്ന ദിക്റാണ്. ഇങ്ങനെ നിരന്തരം അല്ലാഹ് എന്ന ചിന്ത, ഹറാമിൽ നിന്ന് നമ്മെ വിട്ടുനിർത്തുവാൻ മാത്രമുള്ള ബോധമുണ്ടാക്കുന്ന ദിക്ർ, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദിക്ർ നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കലാണ് പ്രിയമുള്ളവരെ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിന് നിശ്ചയിച്ച ഒട്ടേറെ ദിക്റുകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കതിനെ സംബന്ധിച്ചൊക്കെ പറയാനും പഠിക്കാനുമുള്ള തൗഫീഖുകൾ ഒട്ടേറെ നമുക്ക് നൽകിയിട്ടുണ്ട്, ഇനിയും നൽകും. നിങ്ങളതെല്ലാം പഠിക്കണം, മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ ശരിക്കും ഓർക്കേണ്ട പ്രകാരം ഓർക്കുന്ന നല്ലവരായ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാർ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിരിക്കുന്നു, വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയ ആ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ, സൂക്ഷിച്ചു ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ സൂക്ഷ്മതയുള്ള ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദിക്റിന്റെ പ്രാധാന്യമാണ് ഓർമ്മപ്പെടുത്തിയത്. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു, യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. യദ്കുറുല്ലാഹ, അല്ലാഹുവിനെ സ്മരിക്കാറുണ്ട്, അലാ കുല്ലി അഹ്യാനിഹി, അവിടുത്തെ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനെ ഓർക്കാറുണ്ട്. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ട ഏതൊക്കെ ദിക്റുകൾ ചൊല്ലണം എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വകയായിട്ടൊരു ദിക്ർ ഉണ്ടാക്കണ്ട, നമ്മുടെ വകയായിട്ടൊരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് വേണ്ട ഇസ്ലാമിൽ. നേരത്തെ പറഞ്ഞതുപോലെ പലരും ഇന്ന് ആളുകളെ സംസ്കരിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് അവരുടെ വകയായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പടച്ച റബ്ബ് നിശ്ചയിച്ച ദിക്റുകളേക്കാൾ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ദിക്റുകളേക്കാൾ ഉത്തമമായ ഒരു ദിക്റുണ്ടെന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ അവന് സ്ഥാനമില്ല. ഇസ്ലാമിൽ അവന് സ്ഥാനമില്ല. അള്ളയും അവന്റെ റസൂലും പഠിപ്പിച്ച ദിക്റുകൾക്കപ്പുറമുള്ള ഒരു ദിക്റാണ് ഉത്തമം എന്നാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവൻ ദാക്കിറല്ല, മറിച്ചവൻ കാഫിറിന്റെ സ്ഥാനത്തേക്കാണ് അധപ്പതിച്ചു പോവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും എങ്ങനെ ഓർക്കണം, എന്തോർക്കണം എന്ന് പഠിപ്പിച്ച നേതാവാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് രാവിലെ എഴുന്നേൽക്കുന്ന നേരം തന്നെ തുടങ്ങി ദിക്ർ, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ
ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അവിടം തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ പ്രവൃത്തികൾക്ക് ഏർപ്പെടുമ്പോൾ, ദിനചര്യകൾ നിർവഹിക്കാൻ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ, പുറത്തു വരുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കഴിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, വാഹനത്തിൽ പ്രവേശിക്കുമ്പോൾ, യാത്ര തുടരുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ഉളുവെടുക്കാൻ ഒരുങ്ങുമ്പോൾ, ഉളുവിന്റെ ശേഷം, പള്ളിയിലകത്തെത്തിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ ശേഷം, ഉറങ്ങാൻ പോകുമ്പോൾ, ഉറങ്ങുന്നത് വരെ, അവസാനം എന്ത് പറയണം എന്നത് വരെ, ഉറങ്ങുന്നതിന്റെ മുമ്പ് അവസാനം പറഞ്ഞിരിക്കേണ്ട വാചകം എന്തായിരിക്കണം എന്നതിൽ വരെ കണിശത. ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നതിൽ ഒരൽപ്പം പോലും ഭേദഗതി വരുത്താതെ പോകുന്ന കണിശത. വബിനബിയിക എന്ന സ്ഥാനത്ത് വബിറസൂലിക എന്നൊരു സഹാബി ചൊല്ലിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുന്നു, ഞാൻ പഠിപ്പിച്ചത് വബിനബിയിക എന്ന തന്നെ ചൊല്ലണം, വബിറസൂലിക എന്നാക്കാൻ പാടില്ല. അത്രയും സൂക്ഷ്മവും കണിശവുമായ ബോധം പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ദിക്റുകൾ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ആ നിലക്ക് നമ്മൾ ആ ദിക്റുകൾ നമ്മുടെ വീട്ടിൽ ഒരുമിച്ചിരുന്നു കൊണ്ട്, വീട്ടിലുള്ള എല്ലാവരും അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു സന്ദർഭം, വീട്ടിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവർ, പള്ളികളിൽ നിസ്കാരത്തിന്റെ ശേഷമോ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടോ ഒക്കെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് കാത്തിരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള സംഘങ്ങളെ, അത്തരത്തിലുള്ള ദിക്റിന്റേതായ പ്രത്യേകമായ വേദികളെ, പടച്ച റബ്ബിനെ ഓർക്കാനും ഓർമ്മിപ്പിക്കാനും പറയുന്ന സദസ്സുകളെ, ഇതുപോലെയുള്ള വേദികളെ, ഇതുപോലെയുള്ള സദസ്സുകളെ, ഇൽമിന്റെ മജ്ലിസുകളെ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സദസ്സുകൾ, അവനവന്റെ കാര്യങ്ങൾ, അല്ലാഹുവേ സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് കാവല് തരണേ എന്നൊക്കെ തേടിക്കൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ഓർക്കേണ്ട പ്രകാരം ഓർത്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള സംഘങ്ങൾ, സദസ്സുകൾ അല്ലാഹുവിന്റെ മലക്കുകളുടെ കാരുണ്യം പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സുകളാണ്. ആ കാരുണ്യം അവിടെ വന്നുകൂടിയ ആളുകളിൽ എല്ലാവരിലും ഉണ്ടാകുമെന്നാണ്. മലക്കുകളോട് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കും, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ നിന്നെ വാഴ്ത്തുകയാണ് റബ്ബേ. അല്ലാഹുക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കല്ല, ആ മാഹാത്മ്യം പഠിപ്പിക്കാണ്. അവർ നിന്നെ വാഴ്ത്തുന്നു, അവർ നിന്നെ പുകഴ്ത്തുന്നു, അവർ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്താണ് അവരെന്നോട് ചോദിക്കുന്നത്? അവർ നിന്നോട് സ്വർഗമാണ് ചോദിക്കുന്നത്. ആ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടാൽ എങ്ങനെയുണ്ടാകും? ഇപ്പൊ ചോദിക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ അവർ ചോദിക്കുമായിരുന്നു. ഇപ്പൊ ചോദിക്കുന്നതിനേക്കാൾ ആവേശപൂർവ്വം അവർ ആ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ ചോദിക്കുമായിരുന്നു. പിന്നെ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, എന്തിൽ നിന്നാണ് ആ ജനങ്ങളൊക്കെ എന്നോട് കാവൽ ചോദിക്കുന്നത്? മലക്കുകൾ പറയും, നരകത്തിൽ നിന്നാണ് അവർ കാവൽ ചോദിക്കുന്നത്. അല്ലാഹു പറയും, അവർ നരകം കണ്ടിട്ടില്ലല്ലോ, കണ്ടാൽ എങ്ങനെയുണ്ടാകും? കണ്ടാൽ ഇപ്പോൾ അവർ തേടുന്നതിനേക്കാൾ ഗൗരവത്തിൽ അവർ അല്ലാഹുവിനോട് അതിൽ നിന്ന് കാവൽ ചോദിക്കും. മലക്കുകളോട് അല്ലാഹു പറയും, മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, അന്നീ ഖദ് ഗഫർതു ലഹും. ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ഒറ്റക്കും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ശേഷവും അല്ലാതെയും ഒക്കെ പള്ളികളിൽ വന്നിരുന്ന് അവിടെയും ഇവിടെയും ഇരുന്ന ആളുകൾ ഖുർആൻ ഓതുന്നത് കണ്ടിട്ടില്ലേ? ദിക്ർ ചൊല്ലുന്നു, കുറെ ആളുകൾ പ്രാർത്ഥിക്കുന്നു, കുറെ ആളുകൾ ഖുർആൻ ഓതുന്നു, കുറെ ആളുകൾ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന അത്തരം വേദികളെ പടച്ച റബ്ബിന്റെ മലക്കുകളുടെ പ്രത്യേകമായ ഒരു പൊതിയൽ, ഒരാവരണം ഉണ്ട് എന്നും അവരെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ മലക്കുകളുടെ മുമ്പിൽ അഭിമാനം പറയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സ്ഥാനം കുറച്ച് കാണരുത്. എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ചൊല്ലാൻ ദിക്റുകളുണ്ട്. ആ ദിക്റുകളെ കുറിച്ചൊക്കെ പ്രാർത്ഥനകൾ, പ്രകീർത്തനങ്ങൾ എന്ന ഒരു വിഷയം വളരെ കൃത്യമായി തന്നെ സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സീഡികളും നിങ്ങൾക്ക് വാങ്ങി കേൾക്കുവാൻ സാധിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ നമ്മൾ അല്ലാഹുവിനോട് ദിക്ർ എങ്ങനെ നിർവഹിക്കണം, എപ്പോൾ നിർവഹിക്കണം, എന്താണ് അതിൻ്റെ ആശയം എന്നൊക്കെ പഠിച്ചും അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ടും നമ്മൾ നിർവഹിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ടാകും. അല്ലാഹുവിനെ നമ്മൾ വിളിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേകമായ നാമങ്ങൾ വിളിച്ചുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അതിനാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. പടച്ച റബ്ബിന്റെ ഓരോ പേരുകളും ആ പേരുകൾ എന്താണ് അതിന്റെ അർത്ഥം, ആശയം എന്നൊക്കെ ഗ്രഹിച്ചുകൊണ്ട് പറയുമ്പോഴാണ്
നമുക്കതിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യം ഉൾക്കൊള്ളുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ രൂപത്തിൽ അതൊക്കെ അള്ളാഹിന്റെ പേരുകളൊക്കെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, അതിലുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം, ആരായണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീനെ യഥാർത്ഥത്തിൽ സ്മരിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടാനുള്ള നിരന്തരമായ പ്രാർത്ഥനകളിൽ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും മുടക്കി നിർത്തണം. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഇത് കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ജോലിസ്ഥലത്തേക്ക് നടന്നു പോകുമ്പോഴായിരുന്നാലും ശരി, വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നാലും ശരി, മറ്റേതെങ്കിലും ഒഴിവ് കിട്ടുന്ന സന്ദർഭത്തിലാണെങ്കിലും നമ്മൾക്ക് ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് പ്രത്യേക ചെലവുകളില്ല. ദിക്റുകൾ, സ്വലാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വലാത്തൊക്കെ മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ സ്വലാത്തിന് ചോദിച്ചാൽ അള്ളാഹു അവന് 10 ഗുണം പ്രദാനം ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്താണ് നമ്മൾ നിസ്കാരത്തിൽ നിർവഹിക്കുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് തുടങ്ങി നമ്മൾ ആ ചൊല്ലുന്ന സ്വലാത്ത് ഏറ്റവും പ്രാധാന്യം അതിനാണ്. ആ അർത്ഥം വരുന്ന ആശയത്തിന് തകരാറില്ലാത്ത ഏത് വാചകങ്ങളും നമുക്കതിന് നിർവഹിക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠകരമായത് ഈ രൂപമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ഗുണം ചെയ്യട്ടെ എന്ന ആശയം വരുന്ന അത് ചൊല്ലിയാലും നമുക്ക് പ്രതിഫലമുണ്ട്. ഒരു ഘട്ടത്തിലും സ്വലാത്തിനെ സംബന്ധിച്ചുള്ള ബോധം മനസ്സിൽ നിന്ന് പോകരുത്. ദിക്റുകളെ കുറിച്ച് എന്താണ് ശരിയായ ദിക്റുകളെന്നും അതെങ്ങനെ മനസ്സിലാക്കണമെന്നും പഠന താല്പര്യവും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് സമയമില്ല, നേരാണ്, എല്ലാവരും തിരക്കാണ്, ബിസിയാണ്, ജോലിയുള്ളവരാണ്, പ്രയാസമുള്ളവരാണ്. പക്ഷേ നമ്മുടെ ഏതാനും കൊല്ലക്കാലത്തെ ജീവിതമല്ലല്ലോ ജീവിതം. ഈ ജീവിതത്തിന്റെ ശേഷമുള്ള അനന്തമായ ജീവിതത്തിലേക്ക് ആവശ്യമായ ഏറ്റവും വലിയ ഇൽമുകൾ, നമ്മുടെ ആത്മാവിന്റെ പരിപോഷണത്തിനാവശ്യമായ, ഹൃദയത്തിന്റെ ജീവസുറ്റ നിലനിൽപ്പിനാവശ്യമായ, പരലോക ശാന്തിക്കാവശ്യമായ ഇൽമുകൾ അത് നേടിയെടുക്കുന്നതിൽ പിശുക്ക് കാണിക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി സമയം കാണണം, സന്ദർഭം കാണണം. സർവശക്തൻ നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം നേടുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീന من النار. اللهم أدم على دولة الإمارات الأمن والأمانة وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.